കിട്ടീനാ വിചാരിച്ചാലും കിട്ടീനാ പിടിക്കും. അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്തത് ചെറിയ ചൂടിലൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ നമ്മൾ കുറച്ച് പാലിൽ നന്നായി മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂണാണ് എടുത്തത് കോൺഫ്ലവർ. ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നല്ലോണം ഇളക്കി കുറുകി വരുമ്പം നമ്മളത് തീ ഓഫ് ചെയ്യാം. വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഷുഗർ ചെറുങ്ങനെ ചൂടാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ കാരമലൈസ് നമ്മൾ കുറച്ച് തണിഞ്ഞതിന് ശേഷം ഇതേപോലെ നല്ലൊരു ബോളിലേക്ക് മാറ്റി അതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ പൾപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അലുമിനിയം ഫോയിലിനെ കൊണ്ടോ കവർ ചെയ്ത് കൊണ്ടുപോകും. ഹായ്, അപ്പം നമുക്കിതിന് 2 മണിക്കൂറൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു വെക്കാം. ശരിക്കായി നല്ല അടിപൊളിയായി. എന്ന് നോക്കട്ടെ നമ്മള്. അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ.